നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിറിയയിലെ ആയുധശാലകൾ ചാമ്പലാക്കാൻ കടുത്ത ആക്രമണം നടത്തുന്ന ഇസ്രയേലിന് നേരെ വീണ്ടും ആക്രമണം നടത്താൻ ഇറാൻ കോപ്പുകൂട്ടുന്ന സാഹചര്യത്തിൽ ക്രിസ്മസ് ദിവസങ്ങളിൽ പശ്ചിമേഷ്യ കൂടുതൽ പ്രക്ഷുബ്ധമാകുന്ന റിപ്പോർട്ടുകൾ. സിറിയ ഇനി ഒരിക്കലും മറ്റൊരു ആക്രമണത്തിന് മുന്നോട്ട് വരരുതെന്ന നിർബന്ധത്തിലാണ് സിറിയയിലെ ആയുധശാലകൾ ഒന്നടങ്കം ഇസ്രയേൽ തരിപ്പണമാക്കി വരുന്നത്. ഡമാസ്കസിലേതടക്കം 12 കൂറ്റൻ ആയുധശാലകളാണ് ഇസ്രയേൽ ബോംബിംഗിൽ ഇല്ലാതാക്കിയത്. പലപ്പോഴായി സിറിയയിൽ നിന്നും റഷ്യയിൽ നിന്നും വാങ്ങിയ മാരക ആയുധങ്ങളാണ് ഇസ്രയേൽ തകർത്ത് കളഞ്ഞത്. റഷ്യയുടെ സഹായത്തോടെ ക്രിസ്മസ് ദിവസങ്ങളിൽ ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ് ഇറാൻ ആക്രമണത്തിന് തുനിഞ്ഞാൽ ആണവായുധം പ്രയോഗിക്കാൻ പോലും മടിക്കില്ല എന്ന് ഇസ്രയേൽ വ്യക്തമാക്കി കഴിഞ്ഞു. മാത്രമല്ല, ഇറാൻ ഒരിക്കലും തലയുയർത്താത്ത വിധം ആക്രമണം ഉറപ്പാണെന്നും നെതന്യാഹു ആവർത്തിച്ചിരിക്കുന്നു. സിറിയയുടെ സൈനിക ശേഷി ദുർബലപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെ സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിന് നേർക്ക് വീണ്ടും ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. സിറിയയെ ചാമ്പലാക്കുകയാണ് അടുത്ത ലക്ഷ്യമെന്നും ഇസ്രയേലി പൗരന്മാരെ ഹമാസ് തട്ടിക്കൊണ്ടുപോയതിൽ സിറിയയ്ക്കും പങ്കുണ്ടെന്നാണ് ഇസ്രയേൽ പറയുന്നത്. സിറിയയിൽ വിമതർ രാജ്യ തലസ്ഥാനമായ ഡമാസ്കസ് പിടിച്ചെടുക്കുകയും പ്രസിഡന്റ് ബഷർ അൽ അസദ് രാജ്യം ചെയ്തതോടെ സിറിയയുടെ ഭരണം അനിശ്ചിതാവസ്ഥയിലാണ്. ഈ സാഹചര്യം മുതലെടുത്താണ് ഇസ്രയേൽ സിറിയയിലേക്ക് ആക്രമണം ഘടിപ്പിച്ചത്. ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറാകാത്ത സാഹചര്യത്തിൽ പുതുവർഷം ജനുവരിയോടെ അന്തിമ യുദ്ധം പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രയേൽ. വേണ്ടിവന്നാൽ ഫലസ്തീനിലെ പകുതിയോളം ജനങ്ങളെയും വരാനിരിക്കുന്ന യുദ്ധം ബാധിക്കുമെന്നും അതിന്റെ പ്രത്യാഘാതം വലുതായിരിക്കുമെന്ന് ഇസ്രയേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെ മുൻ സിറിയൻ പ്രസിഡന്റ് ബഷറുൽ അസദിന്റെ ഇസ്രയേലുമായ രഹസ്യ ഇടപാടുകൾ കാണിക്കുന്ന രേഖകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഏറെക്കാലം കടുത്ത ഇസ്രയേൽ വിരുദ്ധനായ ലോകത്തിനു മുന്നിൽ നിന്നിരുന്ന അസദ് ഇറാനിലെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ അടക്കം പങ്കാളി എന്നാണ് രേഖകൾ കാണിക്കുന്നത്. സിറിയൻ അറബ് റിപ്പബ്ലിക്കിന്റെ ഔദ്യോഗിക ലെറ്റർ ഹെഡുകളും ഇന്റലിജൻസ് ബ്രാഞ്ച് സ്റ്റാമ്പുകളും അടങ്ങുന്നതാണ് രേഖകൾ. ഇവ സ്വതന്ത്രമായി പരിശോധിക്കപ്പെട്ടിട്ടില്ല. ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും സൈനിക ലക്ഷ്യങ്ങളുടെ പ്രവർത്തനങ്ങൾ തടയാൻ സിറിയയോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രയേലിൽ നിന്ന് അയച്ച ഒരു കത്ത് രേഖകളിൽ ഉൾപ്പെടുന്നുണ്ട്. മോസസ് എന്ന കോഡ് നാമത്തിലുള്ള ഇസ്രയേൽ പ്രതിനിധി ഹമാസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവയുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും പ്രത്യേക മുന്നറിയിപ്പുകൾ നൽകി മുൻ സിറിയൻ പ്രതിരോധ മന്ത്രി ലഫ്റ്റനന്റ് ജനറൽ അലി മഹ്മൂദ് അബ്ബാസുമായി നേരിട്ട് സംവദിച്ചിട്ടുണ്ട്. ഈ കത്തുകൾ പിന്നീട് ദേശീയ സുരക്ഷാ ബ്യൂറോ മുൻ മേധാവി അലി മംലൂക്കിന് കൈമാറിയതായി ചോർന്ന രേഖകളിൽ പറയപ്പെടുന്നുണ്ട്. ഇറാനുമായുള്ള ബന്ധം തുടർന്നാൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഇസ്രയേൽ അസദ് ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. സിറിയയിലെ ഇറാനിയൻ സൈനിക ശേഷി തകർക്കാനുള്ള നീക്കങ്ങൾ സിറിയൻ ഭരണകൂടമായി ചേർന്നാണ് ഇസ്രയേൽ ഏകോപിപ്പിച്ചത്. ഇത്തരം ആക്രമണങ്ങളിൽ അസദ് ഭരണകൂടത്തിന്റെ സജീവ പങ്കാളിത്തമുണ്ടെന്നും രേഖകളിൽ വെളിപ്പെടുന്നുണ്ട്. ഇസ്രയേലിൽ നിന്നുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ സിറിയയുമായി കൈമാറിയിട്ടുമുണ്ട്. ദീർഘകാലമായ മേഖലയിൽ സിറിയയുടെ അടുത്ത സഖ്യകക്ഷിയായിരുന്നു ഇറാൻ. ചോർന്ന രഹസ്യരേഖകൾ സിറിയൻ മാധ്യമങ്ങളും അറബ് മാധ്യമങ്ങളും പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഇതിനിടെ ഇസ്രയേൽ സൈന്യം ഗാസയിൽ ആക്രമണം കടുപ്പിക്കുകയാണ്. വടക്ക് കമാൽ അദ്വാൻ ഹോസ്പിറ്റൽ നേരെ വെടിയുതിർക്കുകയും ബെയ്ത്ലാഹിയിൽ 2 പേരെയും ഷാത്തി അഭയാർത്ഥി ക്യാമ്പിൽ 4 പേരെയും ഗാസ സിറ്റിയിൽ 5 പേരെയും കൊലപ്പെടുത്തി. നേരത്തെ ഇസ്രയേൽ സേന ഖാൻ യൂണിസിലെ UNRW നടത്തുന്ന സ്കൂളിൽ ബോംബാക്രമണം നടത്തി 20 പേരെങ്കിലും കൊല്ലപ്പെട്ടിരുന്നു. ബെയ്ത് ഹാനൂനിലെ മറ്റൊരു സ്കൂളിന് നേരെയുണ്ടായ ആക്രമണത്തിന് ശേഷം 43 ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. ഗാസയ്ക്കെതിരായ ഇസ്രയേലി യുദ്ധത്തിൽ 2023 ഒക്ടോബർ 7 മുതൽ കുറഞ്ഞത് 45,000-ത്തിലധികം ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും 1,69,062 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.